ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ മെൻഡൽസിൻ്റെ ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ F2 ജനറേഷൻ പഠിച്ചു. ഇനി നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. Okay, let's start. The inference that Mendel drew from this experiment is given below. Analyze it and find out the answer to the given question. Mendel's postulates. When two or more different traits are combined, each trait is inherited independently to the next generation without mixing each other. A pair of alleles in an organism does not influence the separation of another pair of alleles. അതായത് TTRR എന്നുള്ള കോമ്പിനേഷനിൽ നിന്ന് ഗാമീറ്റ്സ് ഉണ്ടായ സമയത്ത് ടിയും ആറും കൂടിയാണ് വന്നത്. സ്മോൾ ലെറ്റർ ടിയും ക്യാപിറ്റൽ ലെറ്റർ ആറും കൂടിയാണ് വന്നത്. സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആറും കൊണ്ടാണ് വന്നത്. അതായത് ടി എന്നുള്ളൊരു കോമ്പിനേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല. അതായത് മിക്സിങ് ഇവിടെ ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി ആണ്. ഇതാണ് മെൻഡലിൻ്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് വരുന്നത്. ക്യാരക്ടേഴ്സ് ദാറ്റ് നോട്ട് ഫൗണ്ട് ഇൻ ദ പാരൻസ് ആർ ഫൗണ്ട് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. വൈ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ കാണാൻ പറ്റാത്ത, അതായത് പാരൻസിൽ കാണാൻ പറ്റാത്ത സ്വഭാവം വരെ എന്ത് ചെയ്തു, നമ്മൾ F2-ൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുന്നത്. റീസൺ എന്താണ്? ദിസ് ഹാപ്പൻസ് ഡ്യൂ ടു ദി സെപ്പറേഷൻ ഓഫ് റെസസീവ് അല്ലീൽസ് ഡ്യൂറിങ് ഗാമീറ്റ്സ് ഫോർമേഷൻ ആൻഡ് ദെയർ കോമ്പിനേഷൻ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. അതായത് ഫസ്റ്റ് ജനറേഷനിൽ ഒരിക്കലും എന്തിൻ്റെ ആവശ്യം വന്നില്ല. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ TTRR എന്നുള്ളത് വന്നതിന് കാരണം എന്താണ്? ഇവിടെ ഒരു പ്രശ്നമില്ലാണ്ട് ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ ആവശ്യമില്ലാത്ത ഒരാളാണ് ബേസിക്കലി ഈ TR എന്നുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടോ. അതെന്തായി അവിടെ റെസസീവായിട്ട് ഒന്നും ഇണ്ടാണ്ട് കിടന്നു. അത് നെക്സ്റ്റ് ജനറേഷനിൽ തല പൊക്കി വന്നു എന്നുള്ളതാണ്. ഇവിടെ റെസസീവ് അല്ലീൽസിൻ്റെ എന്താണ്? പാരൻസ് ക്യാൻ ക്യാരി എ ഹിഡൻ റെസസീവ് അല്ലീൽ മാസ്ക്ഡ് ബൈ എ ഡോമിനൻറ്റ് വൺ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് വൺ എന്താണ്? ലോ ഓഫ് സെഗ്രിഗേഷൻ. അതായത് അല്ലീൽസ് എന്ത് ചെയ്യും? ഗാമീറ്റ് ഫോർമേഷൻ്റെ സമയത്ത് അല്ലീൽസ് സെപ്പറേറ്റ് ചെയ്ത് 4 എണ്ണമായിട്ട് ഇവിടെ വന്നില്ലേ. ഇനി ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഉണ്ട്. അതായത് ഇതാണ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പറയുന്നത്. അല്ലീൽസ് എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് ട്രൈറ്റ് ഉള്ളവർ ഡിഫറെൻ്റായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് ടി എന്നുള്ള കോമ്പിനേഷൻ ഇല്ലാണ്ട് വന്നു. ഇനി റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് എന്താവും? ഇവർ ക്രോസ് ആവുന്ന സമയത്ത് ഈ റെസസീവ് ആയിട്ടുള്ള ആൾ പോലും എന്ത് ചെയ്തു? കയറി വന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡോണ്ട് യു നോട്ടീസ് ദ ചൈൽഡ്സ് ഡൗട്ട് വെൻ ഷി ഒബ്സർവ് ദ ഫ്ലവേഴ്സ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഇവിടെ ഒരു കുട്ടീൻ്റെ ഫോട്ടോ ഉണ്ട്. ആ കുട്ടി ഈ ഇതിലെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോ നോക്കി ഡിഡിൻ ദ ക്യാരക്ടേഴ്സ് ഓഫൻ എക്സിബിറ്റ് മോർ ദാൻ ട്രൂ ട്രൈറ്റ്സ്? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? അതാണ് ആ കുട്ടി ആലോചിക്കുന്നത്. അപ്പോൾ കുട്ടീൻ്റെ ഡൗട്ട് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഡൗട്ട്. കുട്ടീൻ്റെ ഡൗട്ട് എന്താണ്? ദ ചൈൽഡ് ഈസ് ലുക്കിംഗ് അറ്റ് ദ ഫ്ലവർ ദാറ്റ് ഷോ എ വൈഡ് വെറൈറ്റി ഓഫ് കളേഴ്സ് ഇൻക്ലൂഡിങ് ഇൻ്റർമീഡിയറ്റ് ഷെയ്ഡ്സ് ലൈക്ക് പിങ്ക് അലോങ് സൈഡ് ട്രഡീഷണൽ റെഡ് ആൻഡ് വൈറ്റ്. ഇതെന്താണ് സംഭവം? മെൻഡലിൻ്റെ ജനറ്റിക്സിൻ്റെ കാര്യമാണ്. മെൻഡലിൻ്റെ ഓഫ് ഡോമിനൻസ് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? ക്രോസ് ചെയ്യുന്ന സമയത്ത് റെസസീവ് ട്രൈറ്റ് ഉള്ളിൽ കിടക്കും, ഡോമിനൻറ്റ് ട്രൈറ്റ് ഫസ്റ്റ് ജനറേഷനിൽ വരും. ഇതിലെന്ത് ചെയ്യുന്നുണ്ട്? മിക്സിങ് നടക്കുന്നുണ്ട്. മിക്സിങ് ഓർ ബ്ലെൻഡിങ് ഓർ കളേഴ്സ് നടക്കുന്നില്ല എന്നുള്ളതാണ്. നടക്കുന്നില്ല. ഇവിടെ നമുക്ക് വൈറ്റ് ആവാം അല്ലെങ്കിൽ റോസ് ആവാം. ഇതിൻ്റെ ഇടയിലുള്ളൊരു പിങ്ക് എന്നുള്ള ഫോം മെൻഡൽസിൻ്റെ പോസ്റ്റുലേറ്റ്സിൽ പറയുന്നതില്ല. ആ കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതിന് എന്താ പറയുക നമ്മൾ? വേരിയേഷൻ. ഇവിടെ ഒരു വേരിയേഷൻ്റെ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ദാറ്റ്. നമ്മൾ നോക്കുന്നത് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. മെൻഡൽസ് ലോ വർ ദ ഫൗണ്ടേഷൻ ഓഫ് ജെനറ്റിക്സ്. ഹവർ ഇറ്റ് കുഡ് നോട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ദ ഡൈവേഴ്സിറ്റി ഓഫ് ട്രൈറ്റ് ഒബ്സർവ്ഡ് ഇൻ ഓർഗാനിസം. അതായത് ഈ വേരിയേഷനെ കുറിച്ച് പറയാൻ മെൻഡലിന് പറ്റിയിട്ടില്ല. ലേറ്റർ സ്റ്റഡീസ് അബൌട്ട് ദ കോംപ്ലെക്സ് ഇൻട്രാക്ഷൻ എമംഗ് ജീൻസ്, എൻവിയോൺമെൻറ്റ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിവീൽഡ് സം ഓഫ് ദി limitations of Mendel's law. This gave rise to the concept of non-Mendelian inheritance. അപ്പോൾ എന്താണ്? മെൻഡലിന് വേരിയേഷനെ കുറിച്ചൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം പറഞ്ഞത് നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസിലാണ്. അത്
പറയാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫ് എ റെഡ് ഫ്ലവർ ഓഫ് 4 o'clock പ്ലാന്റ് ഈസ് ഹൈബ്രിഡൈസ്ഡ് വിത്ത് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്, ദ റിസൾട്ടിങ് ഓഫ് സ്പ്രിംഗ് വിൽ ഹാവ് പിങ്ക് ഫ്ലവേഴ്സ്. ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ അല്ലേ? അതെങ്ങനെയാണ്? എ ഡോമിനൻ്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദ അലീൽ ഓഫ് റെസസീവ് ട്രൈറ്റ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അതായത് റെഡിന് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റിനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഒരു പശുവിൻ്റെ ഫോട്ടോ കൊടുത്തുള്ളത്. റോൺ കോട്ട് പാറ്റേൺ found on some cattle and horses. Both allele exhibit their trait at the same time. Codominance. അതായത് ഇവിടെ ഒരു ബ്രൗൺ കളർ പശു ആയില്ല, വൈറ്റ് കളർ പശു ആയില്ല, ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ കാണിച്ചു. ഈ ഫ്ലവറിൻ്റെ കേസ് അങ്ങനെയായിരുന്നോ? അല്ല, ഇവിടെ എന്തായി? ഒരു മിക്സിങ് നടന്നു, ഒരു ബ്ലെൻഡിങ് നടന്നു. ഇവിടെ എന്താണ്? ബോത്ത് ഓഫ് ദം ആർ എക്സ്പ്രസ്ഡ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മൾട്ടിപ്പിൾ അല്ലിലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യം നോക്കാം. മൾട്ടിപ്പിൾ അല്ലിലിസാണ് നമ്മൾ നോക്കുന്നത്. അതായത് ABO ബ്ലഡ് ഗ്രൂപ്പ് അറിയാലോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ ഇത് വെച്ചിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. ജീൻ ദാറ്റ് ഡിറ്റർമിൻസ് ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ഹാസ് മോർ ദാൻ 2 അല്ലീൽസ് കാണുന്ന കേസുകളും ഉണ്ട്. IA, IB ആൻഡ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റെസസീവ്. പിന്നെ IA കാണാം, IB കാണാം. IA അല്ല കേട്ടോ, IA, IB. അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അല്ലീൽസ് കാണാൻ പറ്റി. ഇനി വരുന്നതാണ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. More than one gene controls the color of the skin. The action of these genes cause variation in the production of melanin that cause difference in colors. അതായത് നമുക്ക് പറയാൻ പറ്റുന്ന ബേസിക് കളേഴ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഒന്നുകിൽ ബ്ലാക്ക് ആയിരിക്കാം, വൈറ്റ് ആയിരിക്കാം. ഇവിടെ അതിനിടയിൽ ഒരുപാട് ഷെയ്ഡ്സ് വരികയാണ്. അതായത് ബ്ലാക്ക് ആയിട്ടുള്ള ഒരാൾ തന്നെ എന്തായിരിക്കും? ഡിഫറെൻറ്റ് ബ്ലാക്ക്സ് കാണാം. വൈറ്റ് ആണെങ്കിലും ഡിഫറെൻറ്റ് വൈറ്റ് ആയിട്ടുള്ള കാണാം. ഇനി ഇടയിലുള്ളവരെ നോക്കുകയാണെങ്കിലോ ഭയങ്കര വേരിയേഷൻ ഇൻ കളർ കാണാം. അതിൽ തന്നെ ചിലർക്ക് മുഖത്തൊരു കളർ, കൈക്കൊരു കളർ, കാലിനൊരു കളർ. ടാൻ ഒന്നും അല്ല കേട്ടോ, അല്ലാണ്ട് തന്നെ ജനറ്റിക്കലി ഉള്ള കാര്യമാണ് പറയുന്നത്. സോ നമ്മളിവിടെ പഠിച്ചത് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതായത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡോമിനൻ്റ് ചെയ്യാണ്ട് ഇവിടെ എന്ത് ചെയ്യും? ഒരു ബ്ലെൻഡിങ് നടക്കും. നെക്സ്റ്റ് വൺ, കോഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് അല്ലീൽസ് എന്ത് ചെയ്യും? എക്സിബിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് പിങ്ക് കളർ ഫ്ലവർ ആയിരിക്കും. കോഡോമിനൻസ് ആണെങ്കിൽ ഒരേ ഫ്ലവറിൻ്റെ മുകളിൽ പാച്ചായിട്ട് എന്താവും? റെഡും വൈറ്റും കാണപ്പെടും. നെക്സ്റ്റ് വൺ ആണ് മൾട്ടിപ്പിൾ അല്ലിലിസം. അതായത് ഇവിടെ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ റെഡും വൈറ്റും മാത്രമല്ല, റെഡും വൈറ്റും യെല്ലോയും ഒരേ ഫ്ലവറിൽ തന്നെ സ്വഭാവങ്ങൾ കളർ കാണിക്കുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ അല്ലിലിസം എന്ന് പറയും. ഇനി പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ് ഉണ്ട്. പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയിലുണ്ടായ പിങ്ക് ഉണ്ടായില്ലേ, ഇപ്പം റെഡും വൈറ്റും ക്രോസ് ചെയ്തുണ്ടായ പിങ്ക് തന്നെ ലൈറ്റ് പിങ്ക് ഉണ്ടാവാം, ഡാർക്ക് പിങ്ക് ഉണ്ടാവാം. ഇതൊന്നും അല്ലാണ്ട് പിങ്കിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടാവുന്നതാണെങ്കിൽ അതിനെ പോളിജനറ്റിക് അല്ലിലിസം പറയും. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അല്ലിലിസം, പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ്. ഇത്രയാണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്